ടാറ്റ ഗ്രൂപ്പിന്റെ സൂപ്പർ ആപ്പ് എന്ന രീതിയിൽ വന്ന പ്ലാറ്റ്ഫോമാണ് ടാറ്റ ന്യൂ. 2022 ഏപ്രിൽ മാസത്തിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ അടുത്ത മാസം ആകുവാൻ നേരത്ത് 2 വർഷം തികയുന്നു. പക്ഷേ ക്ലച്ച് പിടിക്കാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഇതുവരെ പറ്റിയിട്ടില്ല. ലോഞ്ച് ചെയ്ത സമയത്ത് അപേക്ഷിച്ച് ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ വന്നുവെങ്കിലും അത്യാവശ്യം യൂസർ ബേസ് ഉണ്ടാക്കാനായിട്ട് ഇപ്പോഴും ഈ ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിന് പറ്റിയിട്ടില്ല. റീസൺ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് നമുക്ക് പ്രത്യേകിച്ച് ഓഫേഴ്സോ റിവാർഡ് ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിലില്ല. നമുക്ക് പേയ്മെന്റ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ റിവാർഡ് ബെനിഫിറ്റ് അതും അല്ലെങ്കിൽ റെഫറൽ ബോണസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊന്നും തന്നെ ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിൽ ഇല്ലാത്തതിനാലാണ് അവർക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കാതെ പോയത്. ഇപ്പോൾ നമുക്കറിയാം ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും ഇനിയിപ്പോൾ പേടിഎം ആണെങ്കിലും വന്ന സമയത്തേക്ക് അവർ മാക്സിമം ആളുകളെ നേടുവാനായിട്ട് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ നൽകി. നമുക്ക് ഗൂഗിൾ പേയിലാണെങ്കിൽ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൂടെ നമ്മൾ പേയ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് 10 രൂപ 20 രൂപയൊക്കെ കിട്ടിയിരുന്നു. അതുകൂടാതെ റെഫറൽ ബോണസ് ഉണ്ടായിരുന്നു. നമ്മളുടെ ലിങ്ക് വഴി ആരെങ്കിലും ഗൂഗിൾ പേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 രൂപ 50 രൂപ എന്ന രീതിയിൽ നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടിയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സുകൾ ഉള്ളതിനാലാണ് കൂടുതലായിട്ട് ആളുകൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അത് തുടങ്ങിയ സമയത്ത് നമുക്കറിയാം ജസ്റ്റ് UPI പേയ്മെന്റ് മാത്രമായിരുന്നു. UPI പേയ്മെന്റിലൂടെ ഈ പറഞ്ഞ കമ്പനികൾക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നും തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നൽകി അത്യാവശ്യം യൂസർ ബേസ് ആയപ്പോഴും ഓരോ കമ്പനിയും പുതിയ പ്രൊഡക്റ്റുകൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഗൂഗിൾ പേയിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗൂഗിൾ പേയിൽ പുതുതായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഫോൺ പേയും പേടിഎമ്മും പിന്നെ പറയേണ്ട കാര്യമില്ല. കുറേ അധികം ഫീച്ചേഴ്സ് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. എങ്കിലും ആദ്യം അവർ യൂസേഴ്സിന് ഉണ്ടാക്കാനായിട്ട് ക്യാഷ് ബാക്ക് നൽകി അതുപോലെ തന്നെ റെഫറൽ റിവാർഡ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നൽകിയാണ് ഉണ്ടാക്കിയത്. അത് ഈ പറഞ്ഞ ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിൽ ഇതുവരെ ഇല്ലായിരുന്നു. ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിൽ UPI പേയ്മെന്റിന് ചെറിയ രീതിയിൽ റിവാർഡ് ബെനിഫിറ്റൊക്കെ നൽകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് നമ്മളുടെ റുപേ വേരിയൻ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്ത് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിലെ ടാറ്റ പേ സെക്ഷനിൽ റിവാർഡ് ബെനിഫിറ്റ് നൽകുന്നത്. ഞാൻ പേഴ്സണലി UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം HDFC ബാങ്കിന്റെ പേസ് ആപ്പ് ആണ്. കാരണം അതിലൂടെ ഒരു മാസം അപ് ടു 250 രൂപ വരെ ക്യാഷ് ബാക്ക് നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പല വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അതിനുള്ള ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു HDFC ബാങ്കിന്റെ പേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി DTH റീചാർജ് ചെയ്യുമ്പോഴും ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ UPI പേയ്മെന്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ക്യാഷ് ബാക്ക് നേടാനായിട്ട് കഴിയും. അപ്പോൾ ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഞാൻ ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ടാറ്റ ന്യൂ HDFC ബാങ്കിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അവരുടെ ടാറ്റ ന്യൂ HDFC ഇൻഫിനിറ്റി വേരിയൻ ക്രെഡിറ്റ് കാർഡാണുള്ളത്. സോ അതുവഴി ഞാൻ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ടാറ്റ ന്യൂ കോയിനാണ്. ഒരു ടാറ്റ ന്യൂ കോയിൻ എന്ന് പറയുന്നത് 1 രൂപയാണ്. സോ ആ കിട്ടുന്ന റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോം വഴി ഈ പറഞ്ഞ ക്രെഡിറ്റ് കാർഡ് എൻ്റെ കയ്യിലുള്ള ടാറ്റ ന്യൂ HDFC ബാങ്കിൻ്റെ ഇൻഫിനിറ്റി വേരിയൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ബിൽ പേയ്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിലൂടെ 5% ക്യാഷ് ബാക്ക് നമുക്ക് ടാറ്റ ന്യൂ കോയിൻ രീതിയിൽ നേടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ എല്ലാ മാസത്തെയും ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ്, വാട്ടർ ബിൽ പേയ്മെന്റ്, അതുപോലെ തന്നെ റീചാർജ്, DTH റീചാർജ് അങ്ങനെയുള്ള എല്ലാ ബിൽ പേയ്മെന്റുകളും ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് ഉപയോഗിച്ച് എൻ്റെ ഈ ഒരു ടാറ്റ ന്യൂവിൻ്റെ ഇൻഫിനിറ്റി കാർഡ് വഴിയാണ് ചെയ്യുന്നത്. സോ എനിക്ക് 5% ക്യാഷ് ബാക്ക് അവിടെ നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ടാറ്റ ന്യൂ കോയിനായിട്ടാണ് കിട്ടുന്നത്. ഒരു കോയിൻ എന്ന് പറയുന്നത് 1 രൂപയാണ്. സോ ഞാൻ ഈ ഒരു കോയിൻ റിഡീം ചെയ്യുന്നത് ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് വഴി എന്തെങ്കിലും ഗാഡ്ജറ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്തെങ്കിലും ആക്സസറീസ് വാങ്ങാനോ ഒക്കെയാണ്. ഞാൻ ഇപ്പോൾ കീബോർഡ്, മൗസ്, പിന്നെ ഷൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോം വഴി പർച്ചേസ് ചെയ്തിരുന്നു. ക്രോമയിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ നിന്നും. പിന്നെ ഞാൻ ഈ ഒരു ടാറ്റ ന്യൂ കോയിൻ ഉപയോഗിക്കുന്നത് മെഡിസിൻസ് പർച്ചേസ് ചെയ്യാനായിട്ടാണ്. ടാറ്റ ഗ്രൂപ്പ് അക്വയർ ചെയ്ത പ്ലാറ്റ്ഫോമാണ് 1mg. സോ 1mgയിൽ നിന്നും മെഡിസിൻ പർച്ചേസ് ചെയ്യാനും നമുക്ക് കിട്ടുന്ന ടാറ്റ ന്യൂ കോയിൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മെഡിസിൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ടാറ്റ ന്യൂ കോയിൻ നേടുവാനും സാധിക്കും. അപ്പോൾ ഞാൻ ഈ പർപ്പസിനായിട്ടാണ് ഞാൻ ടാറ്റ ന്യൂ ആപ്പ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു റുപേ വേരിയൻ ക്രെഡിറ്റ് കാർഡാണ് നോക്കുന്നതെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയ കാർഡ് വേരിയൻ്റാണ് ഈ ഒരു ടാറ്റ ന്യൂ HDFC ബാങ്കിൻ്റെ ഇൻഫിനിറ്റി വേരിയൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലസ് വേരിയൻ്റ് ഉണ്ട്. 2 വേരിയൻ്റ് ഉണ്ട്. 2 വേരിയൻറ്റിലും നമുക്കൊരു മാസം 500 രൂപ വരെ UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ നേടുവാനായിട്ട് സാധിക്കും. ഇൻഫിനിറ്റി വേരിയൻ്റ് ആണെങ്കിൽ 1.5% ക്യാഷ് ബാക്കും അതുപോലെ തന്നെ പ്ലസ് വേരിയൻ്റ് ആണെങ്കിൽ 1% ക്യാഷ് ബാക്കുമാണ് കിട്ടുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഒരു മാസം എങ്ങനെ പോയാലും 500 രൂപ UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് ക്യാഷ് ബാക്ക് അതായത് കോയിനായിട്ട് നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ കിട്ടുന്നതാണ്. നമ്മൾ സാധാരണ മറ്റു മെത്തേഡ് ഉപയോഗിച്ച് UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ല. അതിന് പകരം ഈ രീതിയിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് UPI പേയ്മെന്റ് ചെയ്യുമ്പോൾ എനിക്ക് 500 രൂപ ഒരു മാസം നേടുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണ്. എനിക്ക് ഈ ഒരു ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു, ലിങ്ക് ഐ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ടാറ്റ ന്യൂ ഇൻഫിനിറ്റി കാർഡ് ആണെങ്കിലും പ്ലസ് വേരിയൻ്റ്
ആണെങ്കിൽ നമുക്ക് ജോയിനിങ് ഫീസ് ഇല്ലാതെ എടുക്കുവാനായിട്ട് സാധിക്കും. ജോയിനിങ് ഫീസ് ഇല്ല. അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഒരു ടാറ്റ ന്യൂ പ്ലാറ്റ്ഫോമിൽ പുതുതായിട്ട് വന്ന UPI റിലേറ്റഡ് ഓഫേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടാറ്റ ന്യൂ ആപ്പ് ഓപ്പൺ ചെയ്ത് ഹോം പേജിൽ തന്നെ നമുക്ക് സ്കാൻ ആൻഡ് പേ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഓഫർ എന്ന് കാണുവാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് റുപേ കാർഡ് ലിങ്ക് ചെയ്ത് അതുപയോഗിച്ച് നമ്മൾ മർച്ചന്റ് UPI പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ അറിയാനായിട്ട് നമുക്ക് ഇവിടെ താഴെയായിട്ട് തന്നെ നമുക്ക് ഓഫേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുള്ള എല്ലാ ഓഫേഴ്സും അറിയാം. ഇലക്ട്രോണിക്സ്, ഗ്രോസറി, ഫാഷൻ അങ്ങനെയുള്ള എല്ലാ സെക്ഷനിലും നമുക്കുള്ള ഓഫേഴ്സ് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് പേയ്മെൻറ്റ്സ് സെക്ഷനിലുള്ള ഓഫേഴ്സ് അറിയാനായിട്ട് നമുക്ക് മുകളിൽ കാറ്റഗറി ഫിൽട്ടർ ചെയ്യാം. കാറ്റഗറി നമുക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേയ്മെൻറ്റ് സെക്ഷനിൽ ഉള്ള ഓഫേഴ്സ് അറിയാനായിട്ട് സാധിക്കും. പേയ്മെൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഓഫർ വരുന്നത് നമുക്ക് ബിൽ പേയ്മെൻറ്റിന് ഒരു ഓഫർ വരുന്നുണ്ട്. നമുക്ക് 50 ന്യൂ കോയിൻ നേടുവാനായിട്ട് സാധിക്കും. ഫസ്റ്റ് ബിൽ പേയ്മെൻറ്റിൽ 50 കോയിൻ എന്ന് പറയുന്നത് 50 രൂപയ്ക്ക് ഇക്വലൻ്റ് ആണ്. UPI പേയ്മെൻറ്റിനാണ് ഈ ഒരു ഓഫർ ഉള്ളത്. വാലിഡ് ഓൺ സെലക്ടഡ് ബില്ലേഴ്സ്. ടാറ്റ ന്യൂവിൽ ആദ്യമായിട്ട് ട്രാൻസാക്ഷൻ നടന്നവർക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത്. വെൽക്കം ഓഫറാണ്. നമുക്ക് മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് വരുന്നത് 300 രൂപയാണ്. 300 രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് നമുക്ക് 50 ന്യൂ കോയിൻ നേടുവാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിന്റെ കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് BSNL റീചാർജ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ്, റെന്റൽ, എഡ്യൂക്കേഷണൽ, ഡൊണേഷൻ, സബ്സ്ക്രിപ്ഷൻ, ഹോസ്പിറ്റൽ, ക്ലബ്ബ്, അസോസിയേഷൻ ആൻഡ് റിക്കവറി ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള പേയ്മെന്റ്സ് നമുക്ക് ഈ ഒരു ഓഫർ ആപ്ലിക്കബിൾ അല്ല. പിന്നെ നമുക്ക് ഒരു വട്ടമാണ് ഈ ഒരു ഓഫർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക, കാരണം ഇത് വെൽക്കം ഓഫറാണ്. പിന്നെ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ന്യൂ കോയിന് ഒരു വാലിഡിറ്റി ഉണ്ട്. 30 ദിവസമാണ് വാലിഡിറ്റി വരുന്നത്. നമുക്ക് കോയിൻ കിട്ടി 30 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ഒരു കോയിൻ ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട് വരുന്നത്. നെക്സ്റ്റ് ഓഫർ വരുന്നത് സ്കാൻ ആൻഡ് പേ ഓഫറാണ്. നമുക്ക് മാർച്ച് 1-നും മാർച്ച് 31-നും ഇടയിലാണ് ഈ ഒരു ഓഫർ ഉള്ളത്. നമുക്ക് അഷ്വേർഡ് റിവാർഡ് അപ് ടു 80 ന്യൂ കോയിൻ വരെ നേടുവാനായിട്ട് സാധിക്കും. 80 ന്യൂ കോയിൻ എന്ന് പറയുന്നത് 80 രൂപയ്ക്ക് തുല്യമാണ്. ഈ ഒരു ഓഫറുമായി ബന്ധപ്പെട്ട കണ്ടീഷൻ നോക്കി കഴിച്ചാൽ കണ്ടീഷൻസ് വരുന്നത് നമ്മൾ 5 ട്രാൻസാക്ഷൻ നടത്തണം. 5 ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് നമുക്ക് 50 ന്യൂ കോയിൻ കിട്ടുന്നത്. മിനിമം ഓർഡർ വാല്യൂ വരുന്നത് 100 രൂപയാണ്. അപ്പോൾ 100 രൂപയ്ക്ക് മുകളിൽ നമ്മൾ സ്കാൻ ആൻഡ് പേ ചെയ്യണം. അത് 5 ട്രാൻസാക്ഷൻ നടത്തുമ്പോഴാണ് നമുക്ക് 50 ന്യൂ കോയിൻ കിട്ടുന്നത്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് ടാറ്റ ന്യൂ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് 30 ന്യൂ കോയിൻ കൂടി കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് മൊത്തം നമുക്ക് 80 ന്യൂ കോയിൻ ഈ ഒരു സ്കാൻ ആൻഡ് പേ ഈ ഓഫറിലൂടെ നമുക്ക് കിട്ടുന്നത്. ഈ അഡീഷണൽ 30 ന്യൂ കോയിൻ കിട്ടണമെങ്കിൽ നമ്മൾ നടത്തേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 300 രൂപയ്ക്ക് മുകളിൽ നടത്തുന്ന ട്രാൻസാക്ഷൻ ആയിരിക്കും അഡീഷണൽ 30 ന്യൂ കോയിൻ കിട്ടുന്നത്. ഈ ന്യൂ കോയിൻ നമുക്ക് ഈ 48 മണിക്കൂറിനുള്ളിൽ നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും. പിന്നെ വരുന്നത് സ്റ്റാർബക്സ് UPI ഓഫറാണ്. നമുക്ക് ഫ്ലാറ്റ് 200 റുപ്പീസ് ക്യാഷ് ബാക്ക് ആണ് വരുന്നത്. നമ്മൾ ടാറ്റ ന്യൂ UPI ഉപയോഗിച്ച് പേ ചെയ്യണം. മിനിമം ബിൽ എമൗണ്ട് 750 രൂപയാണെങ്കിൽ ഫ്ലാറ്റ് 100 റുപ്പീസ് ക്യാഷ് ബാക്ക്. മിനിമം ബിൽ എമൗണ്ട് 1000 രൂപയാണെങ്കിൽ ഫ്ലാറ്റ് 200 റുപ്പീസ് ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കും. നമ്മളുടെ ഈ ഒരു ടാറ്റ ന്യൂ ആപ്പ് ഉപയോഗിച്ച് തന്നെ UPI പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ അത്രയും ഓഫേഴ്സ് ആണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു ടാറ്റ ന്യൂ ആപ്പിലെ ടാറ്റ പേ സെക്ഷനിൽ വരുന്നത്. പിന്നെ നമുക്കിപ്പോൾ നിലവിൽ കാണുന്ന പോലെ നമുക്ക് നമ്മളുടെ റുപേ വേരിയം ക്രെഡിറ്റ് കാർഡ് UPI ലിങ്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ കാർഡ് ഏത് ബാങ്കിനാണ് ആ ഒരു ബാങ്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത്രയും ബാങ്ക് മാത്രമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉള്ളത്. നമുക്ക് AU സ്മോൾ ഫൈനാൻസ് ബാങ്കിന്റെ റുപേ വേരിയം ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ചെയ്യാം. ആക്സിസ് ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ഓഫ് ബറോഡ, CSB ബാങ്ക്, കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, ICICI ബാങ്ക്, പിന്നെ IDFC ഫസ്റ്റ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, പിന്നെ കൊടക് മഹീന്ദ്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBI ക്രെഡിറ്റ് കാർഡ്, SBM ബാങ്ക് ഇന്ത്യ ക്രെഡിറ്റ് കാർഡ്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, യെസ് ബാങ്ക് എന്നീ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലിങ്ക് ചെയ്ത് മർച്ചന്റ് UPI പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ HDFC ബാങ്ക് ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കാർഡ് ഫെച്ച് ആകും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ എറർ കാണിച്ചു. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഹോം പേജിൽ നമുക്ക് സ്കാൻ ആൻഡ് പേ എന്ന് പറഞ്ഞ സെക്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് സ്കാൻ ചെയ്യുക. ദെൻ നമ്മൾ എമൗണ്ട് എൻ്റർ ചെയ്ത് UPI പിൻ എൻ്റർ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സ്കാൻ ആൻഡ് പേ UPI QR കോഡ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓഫറിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. 80 ന്യൂ കോയിൻ വരെ നേടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇപ്പോൾ ടാറ്റ ന്യൂ ആപ്പിൽ UPI പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് റൺ ആകുന്ന ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഓഫേഴ്സൊക്കെ അറിയാം. ഇപ്പോൾ ഗ്രോസറി, ഫാഷൻ, ഫ്ലൈറ്റ്, ലക്ഷറി, വാച്ച് അങ്ങനെയുള്ള സെക്ഷനിലൊക്കെ ഓഫേഴ്സ് ഉണ്ട്. ഇപ്പോൾ ലോൺ ആൻഡ് ക്രെഡിറ്റ് കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് ക്രെഡിറ്റ് കാർഡിന് ജോയിനിങ് ഫീസും ആനുവൽ ഫീസും ഇല്ല, സൗജന്യമാണ്. അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. പിന്നെ ഈ ഒരു ന്യൂ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ക്രോമയിന്നൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഓഫർ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ 1mg അങ്ങനെയുള്ള ഇവരുടെ മിക്ക പ്ലാറ്റ്ഫോമിൽ നമുക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഡിസ്കൗണ്ട് നേടാം. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി